എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. നിലമ്പൂരിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ്സ് വിഭാഗം ഓഫീസ് ഉപരോധിച്ച് CPM. നിലമ്പൂർ നഗരസഭാ വികസനത്തിന്റെ ഭാഗമായി അശാസ്ത്രീയമായി റോഡുകൾ പൊളിച്ച് ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയും പ്രവൃത്തി വൈകിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് CPM നിലമ്പൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത്. മാറ്റിയിട്ടില്ല, പോസ്റ്റ് മാറ്റിയിട്ടില്ല. ഇപ്പോഴും അത് നടുറോഡിലാണ് കിടക്കണം. അത് മാറ്റാതെ എങ്ങനെങ്കിലും പണിക്കും, ഇല്ലെങ്കിൽ വീണ്ടും ടാർ ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും പൊളിക്കണ്ടേ? അപ്പൊ എന്താണ് അശാസ്ത്രീയമായിട്ടാണ് നിങ്ങളിത് ചെയ്യാറ്? ഞാൻ കഴിഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ടാ. എന്തിന് ഇവിടുന്ന് ഇങ്ങോട്ട് പൊളിച്ചു? ഫോറസ്റ്റ് ഓഫീസിന്റെ മതിൽ പൊളിക്കാണ്ട്, അതിന്റെ ഇപ്പത്തെ മതിൽ പൊളിക്കാണ്ട്, അതൊക്കെ പോലീസ് സ്റ്റേഷന്റെ മതിൽ പൊളിക്കാണ്ട്, ഇതൊക്കെ ചെയ്യാതെ എന്തിനു നിങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് ചെയ്തു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം. ഇപ്പൊ ജനങ്ങൾ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. ഇത് ഞങ്ങളോടാണ് ആൾക്കാർ ചോദിക്കുന്നത്. ഇന്നലെ മുനിസിപ്പാലിറ്റിക്ക് വിളിച്ചു വരുത്തിയപ്പോഴും ഇതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ തന്നിട്ടില്ല. അപ്പോഴും ഞാൻ പറഞ്ഞു ഇത് മതിൽ പൊളിക്കണ്ടെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. നിലമ്പൂർ പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം ഓഫീസ് CPM ഉപരോധിച്ചു. നിലമ്പൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സന്റെ നേതൃത്വത്തിലാണ് CPM ഉപരോധ സമരം സംഘടിപ്പിച്ചത്. നഗരവികസനത്തിന്റെ ഭാഗമായി കേൻചി റോഡ് വീതി കൂട്ടൽ പ്രവൃത്തിയുടെ ഭാഗമായി സിനായ് ലോഡ്ജ് മുതൽ നിലമ്പൂർ DFO ഓഫീസ് വരെയുള്ള ഭാഗം ഒന്നിച്ച് പൊളിച്ചിട്ട് നിലമ്പൂർ നഗര ഗതാഗതക്കുരുക്കിലാക്കിയ പൊതുമരാമത്ത് വകുപ്പ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഓഫീസ് ഉപരോധം നടത്തിയത്. 2 ഘട്ടങ്ങളായി ടാറിംഗ് പ്രവൃത്തി നടത്താമെന്നും വലിയ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കണമെന്നും ഉറപ്പു നൽകിയിരുന്നു. ഇത് ലംഘിച്ച് മുഴുവൻ ഭാഗവും ഒന്നിച്ച് പൊളിച്ചതാണ് പ്രതിഷേധത്തിന് കാരണം. മഞ്ചേരി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നിർദ്ദേശപ്രകാരം ഓവർസിയറുമായി നടത്തിയ ചർച്ചയിൽ 1ാം ഘട്ടമായ സിനായ് ലോഡ്ജ് മുതൽ ഫെഡറൽ ബാങ്ക് വരെയുള്ള ഭാഗം പ്രവൃത്തി പൂർത്തീകരിച്ച് ടാറിംഗ് നടത്തും. തുടർന്ന് 2ാം ഘട്ടമായ ഫെഡറൽ ബാങ്ക് മുതൽ പോസ്റ്റ് ഓഫീസ് വരെയുള്ള ഭാഗം പിന്നീട് നടത്തും. ഒക്ടോബർ 15 മുൻപ് 1ാം ഘട്ടം പൂർത്തിയാക്കും. 2ാം ഘട്ടത്തിന്റെ ഭാഗമായി ഫെഡറൽ ബാങ്കിന്റെ മുൻഭാഗം മുതൽ പോസ്റ്റ് ഓഫീസ് വരെ കേൻചി റോഡിൽ പ്രവൃത്തിയുടെ ഭാഗമായി പൊളിച്ചിട്ട ഭാഗം ഇന്ന് രാത്രി തന്നെ മണ്ണിട്ട് ഫിൽ ചെയ്ത് പഴയ അവസ്ഥയിലാക്കാമെന്നും ഉറപ്പു നൽകിയതോടെയാണ് 1 മണിക്കൂറിലേറെ നീണ്ട ഉപരോധ സമരം അവസാനിപ്പിച്ചത്. നമ്മളേറെ കാലത്തെ ആഗ്രഹമായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മളെ ഒരുപാട് സ്ഥാപനങ്ങൾ സ്ഥലം വിട്ടു തന്നതിന്റെ അടിസ്ഥാനത്തിൽ റോഡ് വീതി കൂട്ടുകയും അതിന്റെ 1ാം ഘട്ട റീച്ച്, അതായത് സിനായ് ലോഡ്ജ് മുതൽ ഫെഡറൽ ബാങ്ക് വരെ എത്രയും പെട്ടെന്ന് ചെയ്യാനുള്ളൊരു തീരുമാനമാണ് എടുത്തിരുന്നത്. എന്നാൽ 2 ദിവസമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഫെഡറൽ ബാങ്ക് കഴിഞ്ഞ് ഫോറസ്റ്റ് ഓഫീസിന്റെ മതിൽ പൊളിക്കാതെ നേരെ പോസ്റ്റ് ഓഫീസ് വരെ പൊളിച്ചിട്ടൊരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഇന്ന് പാർട്ടി ഇടപെട്ട് PWD ഓഫീസിൽ വരികയും അതിന്റെ ഭാഗമായി 1ാം ഘട്ട റീച്ച് എത്രയും പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യങ്ങൾ പറയുകയാണ് ചെയ്തത്. 1ാം ഘട്ട റീച്ച് ജനങ്ങളെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. 1ാം ഘട്ട റീച്ച് പറയുന്നത് സിനായ് ലോഡ്ജ് മുതൽ ഫെഡറൽ ബാങ്ക് വരെയാണ്. 15ാം തീയതിക്കുള്ളിൽ അത് തീർത്തു തരാമെന്നുള്ളതാണ് PWD ന്റെ തീരുമാനം. അത് തന്നിട്ടില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള നടപടിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുള്ളതാണ് പറയാനുള്ളത്. നിലമ്പൂർ പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു ചർച്ച. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, CPM ലോക്കൽ സെക്രട്ടറി T ഹരിദാസൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ വെട്ടുമൽ ശ്രീധരൻ, പടവട്ടി ബാലകൃഷ്ണൻ, ബ്രാഞ്ച് സെക്രട്ടറിമാർ, DYFI പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി. എ+ വിഷൻ, നിലമ്പൂർ. ഓ മൈ ഗോഡ്, വാവേ ഒരു മിനിറ്റ്.
super absorbent. Poppy's Diapers.